ഹലോ പീപ്പിൾ, ദീപൻ ഷോർട്ട് മൂവി റിവ്യൂയിലേക്ക് എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ സ്വാഗതം. റിവ്യൂയിലേക്ക് പോകാം. 2024 മാർച്ച് 1 ഡെന്നിസ് വെല്ലിയനൂസ് സംവിധാനം ചെയ്ത് തിയേറ്റർ വഴി പുറത്തിറങ്ങിയ ചിത്രമാണ് ഡ്യൂൺ പാർട്ട് 2. ഡ്യൂൺ എന്ന് പറയുന്ന ചിത്രം എനിക്ക് പേഴ്സണലായിട്ട് എനിക്കധികം ഇഷ്ടപ്പെടാത്തൊരു സിനിമയാണ്. എന്ന് വെച്ചാൽ ഒരു ആവറേജ് അനുഭവം തന്ന ഒരു സിനിമയാണ് ഡ്യൂൺ എന്ന് പറയുന്ന സിനിമ. പക്ഷേ അതിൻ്റെ വിഷ്വൽ എഫക്ട്സ് ഒക്കെ അന്നേ ഞാൻ പറയുന്നുണ്ട്, അടിപൊളി വിഷ്വൽ എഫക്ട്സ് ആണ്. പക്ഷേ സെക്കൻഡിലോട്ട് വരുമ്പോൾ വിഷ്വൽ എഫക്ട്സ് ആയാലും സ്റ്റോറി ആയാലും ആക്ഷൻ സീക്വൻസ് ആയാലും വാറായാലും എല്ലാം മികച്ചിരിക്കുന്ന ഒരു ഗംഭീര സംഭവം തന്നെ പറയേണ്ടിയിരിക്കുന്നു. കാരണം പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട ഇതിൻ്റെ വിഷ്വൽ എഫക്ട്സ് ആണ്. ഈ വിഷ്വൽ എഫക്ട്സ് എന്ന് പറഞ്ഞാൽ വല്ലാണ്ടൊരു വിഷ്വൽ എഫക്ട്സ് ആണ്. കാരണം വെച്ചാൽ എന്തൊക്കെ തരത്തിലൊരു മാഡ്നസ് ക്രിയേഷനാണ് ചെയ്തിരിക്കുന്നത്. കാരണം വെച്ചാൽ ഒരു രക്ഷയില്ലാത്ത വിഷ്വൽ എഫക്ട്സും അതിനൊത്തുള്ള ഒരു മ്യൂസിക്കും എന്തോ ഒരു പുതിയൊരു ലോകത്തേക്ക് കൊണ്ടുപോകുന്ന ഒരു ഫീലിങ്സാണ് എനിക്ക് ഈ സിനിമ കാണുമ്പോൾ തോന്നുന്നത്. സിനിമയുടെ കഥയെന്ന് പറയുന്നത് അറാക്കസിൽ ഒരുപാട് പേര് കയ്യേറ്റം ചെയ്തിരിക്കുകയാണ്. ഒരുപാട് തീവ്രവാദികളോടത്ത് ഒരു തരത്തിലുള്ള ഒരു മനുഷ്യരെ കയ്യേറ്റം ചെയ്തിരിക്കുകയാണ്. ആ അറാക്കസിലുള്ള ഒരുപാട് പേരെ കൊന്നൊടുക്കിയിട്ടാണ് ഇവരെ ഇങ്ങനെ കയ്യേറിയത്. അപ്പോൾ നമ്മുടെ പോളും അവരുമായിട്ടുള്ള ഒരു ടീമും ചേർന്ന് ഇവരെ നശിപ്പിക്കാനും പോളിന് വീണ്ടും അവിടെ ഒരു റെവല്യൂഷൻ ചെയ്ത് അയാൾ ഭരിക്കാൻ ശ്രമിക്കുന്ന കഥയൊക്കെയാണ് ഡ്യൂൺ 2-ൽ പറയാൻ പോകുന്നത്. ഡ്യൂൺ 2-ൽ അദ്ദേഹത്തെ കുറിച്ചൊരു ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. അദ്ദേഹം ആരാണ് എന്താണെന്ന് കൂടെ ഡീറ്റെയിൽ ആയിട്ട് വരുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ശക്തികളും ഒന്ന് പറയുന്നുണ്ട്. ഫ്യൂച്ചർ നല്ല വൃത്തി കാണാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്ന ഒരു അദ്ദേഹത്തിന് നല്ല വൃത്തി ആരൊക്കെ മരിക്കും ആരൊക്കെ മരിക്കുള്ളൂ അദ്ദേഹത്തിന് നല്ല അറിയാൻ പറ്റുന്ന ഒരു ക്യാരക്ടറുള്ള ഒരാളും കൂടിയാണ്. അപ്പോൾ അതുകൂടെ ആ ക്യാരക്ടറിനെ എത്തുകൂടെ ഒന്ന് മനസ്സിലാക്കി തന്നിട്ടുണ്ട് ഡ്യൂൺ 2-ൽ. ബാക്കി ഇനി വലിയ വാറുകളൊക്കെ വരുന്നത് ഇനി ഡ്യൂൺ പാർട്ട് 3-ലാണ്. അഥവാ ഡ്യൂൺ പാർട്ട് 3 ഉണ്ട്. പകുതി വെച്ച് ആ വാറിൻ്റെ അവിടെ വെച്ച് അവസാനിപ്പിച്ചിരിക്കുകയാണ്. പക്ഷേ 2 എന്ന് പറയുന്ന സംഭവം എന്തോ ഒരു ക്രിയേഷനാണ്. കാരണം ഇങ്ങനത്തെ വാർ സീക്വൻസ് ആദ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. കാരണം ഹോളിവുഡ് മൂവീസ് ഒരുപാട് കണ്ടിട്ടുണ്ട്, പക്ഷേ ഇതൊരു എല്ലാത്തിൽ നിന്നും ഒരു വേറിട്ട് നിൽക്കുന്ന ഒരു സിനിമയാണ് ഡ്യൂൺ പാർട്ട് 2 എന്ന് പറയുന്ന ചിത്രം. വളരെയധികം വ്യത്യസ്തമായ ഒരു യൂണീക്കായിട്ടുള്ള സിനിമകൾ കാണാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കണ്ടിരിക്കാൻ പറ്റിയ സിനിമയാണ് ഡ്യൂൺ പാർട്ട് 2 എന്ന് പറയുന്ന ചിത്രം. നിങ്ങൾക്കിപ്പോൾ ഡ്യൂൺ പാർട്ട് ഫസ്റ്റ് ഇഷ്ടപ്പെടാത്തവരാണെങ്കിലും ഇതൊന്ന് കണ്ടു നോക്കൂ. എനിക്ക് പേഴ്സണലായിട്ട് പറഞ്ഞാൽ ഡ്യൂൺ പാർട്ട് ഫസ്റ്റ് എന്ന് പറയുന്നത് ഒരു ആവറേജ് അനുഭവമാണ്. പക്ഷേ ഡ്യൂൺ പാർട്ട് 2 എന്ന് പറയുന്നത് ഗംഭീരം എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ആ എർത്ത് ബോംബ് എന്ന് പറയുന്ന സംഭവം, ആ ഡെസേർട്ടിലൊന്ന് ആ ജീവിയോ അതെല്ലാം അടിപൊളി എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. കാരണം ഒരു റെവല്യൂഷൻ അദ്ദേഹം ഒരു KGF പോലെയൊക്കെ എനിക്ക് അവിടെ എവിടെയൊക്കെ തോന്നി. കാരണം അദ്ദേഹം ഭരിക്കുന്നതും ഒരു യൂണിറ്റി ഉണ്ടാക്കിയെടുക്കുന്നതും അറാക്കസിൽ അറ്റാക്ക് ചെയ്യാൻ പോകുന്നതും. പിന്നെ ഇതൊരു സയൻസ് ഫിക്ഷൻ ആണോ, ഇതൊരു ഫാൻറ്റസി ആണോ, ഇതൊരു അപ്പോകലിസ്റ്റിക് ആണോ, ഇത് ട്രൈബൽ മൂവിയാണോ, ഒന്നും പറയാൻ പറ്റാത്തൊരു എല്ലാം കൂടെ ഒരു കലർത്തിയെടുത്തൊരു മിക്സഡ് മൂവി എന്ന് തന്നെ പറഞ്ഞിരിക്കുന്നു. കാരണം ചെയ്ത വർക്കിന് നീതി പുലർത്തിയ ഒരു സിനിമയും കൂടിയാണ് ഡ്യൂൺ പാർട്ട് 2 എന്നുള്ള ചിത്രം. ഗംഭീരമായി മസ്റ്റ് വാച്ചബിളായിട്ട് കാണേണ്ട ഒരു സിനിമയാണ്. എങ്ങനെ ഇത് ഇവർ മേക്ക് ചെയ്യുന്ന ഒരു ഐഡിയ ഇല്ല. റെഡിഷ് കളറ്, ഡെസേർട്ട് കളറ്, ഒരു ഡീഫോറസ്റ്റേഷനാണ്. ഒരു വെള്ളമില്ലായ്മ, എങ്ങനെ ഫുഡ് ഇല്ലായ്മ, എങ്ങനെയൊക്കെ ഈ സിനിമയിൽ കാണിച്ചിരുന്നുണ്ട് ഈ ഫ്യൂച്ചറിലുള്ള. ഇനി അങ്ങോട്ട് നമ്മുടെ ഫ്യൂച്ചറും ഇതുപോലെയൊക്കെ തന്നെയായിരിക്കും. കാരണം ഡീഫോറസ്റ്റേഷൻ ഇപ്പം കൂടി ഇങ്ങനെ വരെയാണ്. കാടുകളൊക്കെ വെട്ടി നശിപ്പിച്ച് ഇപ്പം ഇതേപോലെയൊക്കെ തന്നെയാണ് ആ സിനിമയിൽ ഒരു സൂചന തന്നിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. ഒരു മെസ്സേജൊക്കെ ഇതിൽ കൂടെ തരുന്നുണ്ട്. പക്ഷേ ഈ സിനിമ വേറെ ലെവൽ എക്സ്പീരിയൻസ് ആണ്. ഒന്ന് മസ്റ്റ് വാച്ചബിളാണ് ഡ്യൂൺ പാർട്ട് 2 എന്നുള്ള ചിത്രം. എല്ലാ ക്യാരക്ടേഴ്സും സെൻഡിയ ഉൾപ്പെടെ എല്ലാ ക്യാരക്ടേഴ്സും ഗംഭീരമായി പ്രകടനം കാഴ്ചവെച്ചൊരു സിനിമയാണ്. പിന്നെ എല്ലായിടത്തും ഈ സിനിമ ചർച്ച ചെയ്തിട്ടുണ്ട്. വലിയ പ്രമുഖ ഡയറക്ടേഴ്സ് തന്നെ ഈ സിനിമയെക്കുറിച്ച് പറയുന്നുണ്ട്. ഈ സിനിമ എന്തുവാണ് ഇങ്ങനെ ചെയ്തു വെച്ചിരിക്കണേന്ന്. അത്രയ്ക്ക് ഗംഭീരപരമാണ് സിനിമ ചെയ്തു വെച്ചിരിക്കുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ കണ്ടതിന് താങ്ക്സ്.